എല്ലാവർക്കും നമസ്കാരം. സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ ഞങ്ങളുടെ പ്രധാന പരിപാടി PSC കോച്ചിങ് ആണ്. പ്രധാന പരിപാടി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്താലും അക്കാഡമിക്കലായിട്ടുള്ള വിദ്യാഭ്യാസം ഉണ്ടായാലും ജോലിയില്ലാത്ത അവസ്ഥ. കേരളത്തിനെ സംബന്ധിച്ച് ഏകദേശം 30,000-ഓളം വരുന്ന കുട്ടികൾക്ക് തൊഴിൽ അന്വേഷകർക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി ജോലി കൊടുത്തിട്ടുണ്ട്. കുറെ പ്രശ്നങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ദൗത്യം എന്താണ്? നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ പഠിക്കുക. അപ്പൊ നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണ് ആവശ്യം. ഈ കാര്യങ്ങൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷനും അതേപോലെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനും SSC ആണ്, കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന പരീക്ഷയാണ് ഇത്. അപ്പൊ ഞാനിത് തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. പലർക്കും ഈ കാര്യങ്ങൾ അറിയാവുന്നവരായിരിക്കും. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ കുട്ടികളെയൊക്കെ തന്നെ വളർത്തുമ്പോൾ 8ാം ക്ലാസ് മുതൽ നമുക്ക് വെറുതെ ഒരു അക്കാഡമിക്കലായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നമ്മുടെ കൈവശം കിട്ടിയോണ്ട് ഒരു പ്രയോജനം നമുക്കില്ല. അത് സ്റ്റേറ്റിന് തന്നെ നഷ്ടമാണ്. ശരിക്കും നമുക്ക് ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. പലരും സർക്കാർ ജോലി എയിം ചെയ്യണമെന്നില്ല, സർക്കാർ ജോലി കിട്ടണമെന്നില്ല. മറിച്ച് മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ പഠിച്ച് വിദേശത്ത് പോകാനും അതേപോലെ നേഴ്സിംഗ് പഠനങ്ങളൊക്കെ നടത്തി മറ്റു ജോലികൾ സ്വകാര്യ മാനേജ്മെന്റിന്റെ കീഴിൽ ജോലി എടുക്കാനായിരിക്കും പലർക്കും താല്പര്യം. പക്ഷെ എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് LD ക്ലർക്ക് തുടങ്ങി വിവിധ തസ്തികകൾ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മുടെ സംസ്ഥാന സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ ഒട്ടനവധി തൊഴിൽ അവസരങ്ങളുണ്ട്. ആ തൊഴിൽ അവസരങ്ങളെയൊക്കെ പ്രയോജനപ്പെടുത്താന്നുള്ളതാണ്. ഞാൻ എൻ്റെ വീഡിയോ നീണ്ടു പോകുന്നുണ്ട്. പലതും നമ്മൾ പറയുമ്പോൾ നിങ്ങളിത് ലൈക്ക് ചെയ്യണം എന്നുള്ള ഒരു നിർദ്ദേശം പരമാവധി പേരിലേക്ക് എത്തിക്കണം. ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നാഷൻ അതിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാനാണ്. ജനക്ഷേമ സമിതി ഉണ്ട്. അപ്പൊ ജനക്ഷേമ സമിതിയുടെ അജണ്ടയും മുഖ്യമായിട്ടുള്ള അജണ്ടയും പബ്ലിക് സർവീസ് കമ്മീഷനിൽ സൗജന്യ ഓൺലൈൻ ക്ലാസ്സുകൾ കൊടുക്കാന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ വൈദഗ്ധ്യം എന്ന രീതിയിൽ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് ജോലിക്കാർ മാത്രമാണോ ഇങ്ങനെയുള്ള മേഖലയിൽ ക്ലാസ് എടുക്കാൻ പറ്റുമെന്നൊക്കെ വേണമെങ്കിൽ ചിന്താഗതി ഉണ്ടാവും. നമ്മൾ ആരെന്ത് പറഞ്ഞാലും നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ മറ്റ് നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഞാൻ PSCനെ പറ്റി പറയാം. പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നേരത്തെ തന്നെ പറഞ്ഞു, 8ാം ക്ലാസ് പഠിക്കുമ്പോൾ 8ാം ക്ലാസ്സിൽ വന്ന് ചേരുമ്പോൾ തുടങ്ങി, അല്ലെങ്കിൽ 7ാം ക്ലാസ് തുടങ്ങി തന്നെ നമ്മൾ ജനറൽ നോളജും ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെ പറ്റി നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിലാണ് നമുക്ക് അവരെ നല്ലൊരു കുട്ടികൾ, പൗരബോധമുള്ള കുട്ടികളും അതേപോലെ ജോലിക്ക് വേണ്ടി പഠിക്കുക എന്നുള്ളതാണ്. ജോലി ഇല്ലാണ്ട് വെറുതെ പഠിച്ചു പോയിട്ട് വല്ല കാര്യമുണ്ടോ? സർട്ടിഫിക്കറ്റ് അട്ടിയിട്ടിട്ട് കാര്യമില്ല. ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞവർക്ക് പോലും PSC എന്താണെന്ന് പോലും അറിയാത്ത കുട്ടികൾ ഒട്ടനവധി ഉണ്ട്. ഞാൻ പലവരായിട്ട് സൗഹൃദ സംഭാഷണം നടത്തുമ്പോഴും നമുക്ക് മനസ്സിലായിരിക്കുന്ന കാര്യമാണ്. അപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ടെസ്റ്റ് എഴുതണമെന്നുണ്ടെങ്കിൽ 18 വയസ്സാവണം. 18 വയസ്സ് തുടങ്ങി മുൻപത്തെ പ്രായം 36 വയസ്സായിരുന്നു. ഈ 36 വയസ്സിൽ നിന്ന് ഇപ്പോൾ 40 വയസ്സ് വരെ ഉയർത്തിയിട്ടുണ്ട്. 40 വയസ്സ് വരെ പല വിഭാഗങ്ങളിൽ നിന്നും പല വിഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മാത്രം ഞാൻ സൂചിപ്പിക്കും. ഒന്ന്, ഓൺലൈൻ വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നുണ്ട്. 1 ടൈം രജിസ്ട്രേഷനാണ് ശരിക്കും വേണ്ടത്. ആ 1 ടൈം രജിസ്ട്രേഷൻ 18 വയസ്സ് കഴിഞ്ഞാൽ മുഴുവൻ പേരും ചെയ്യണം. വളരെ ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട് കാണാം. അപ്പൊ എങ്കിലാണ് നമുക്ക് ജോലി കിട്ടുള്ളൂ. പ്രായപരിധി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, മുൻപ് 36 വയസ്സായിരുന്നു, അത് 40 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട്. അത് OBC വിഭാഗമാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 43 വയസ്സ് വരെ അപേക്ഷിക്കാം. 43 വയസ്സ് വരെ. SC/ST വിഭാഗമാണെങ്കിൽ 45 വയസ്സ് വരെ അപേക്ഷിക്കാം. ഭിന്നശേഷി വിഭാഗക്കാർക്ക് 10 വർഷം കൂടി ഇളവുണ്ട്. ഇനി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഇതാണെങ്കിൽ SSC ആണെങ്കിൽ കുറഞ്ഞ പ്രായപരിധി 18 വയസ്സാണ്. ജനറൽ വിഭാഗത്തിന് 23 വയസ്സ് തുടങ്ങി 32 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അത് OBC ആണെങ്കിൽ എന്താണ്, 3 വർഷം നമുക്ക് OBCക്ക് ഇളവുണ്ട്, 5 വർഷം SC/STക്ക് ഉണ്ട്, 10 വർഷം ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് ഉണ്ട്. ഇത് നമ്മൾ ആദ്യം അറിയണം. പറയണ മനസ്സിലാവണ്ട. അപ്പൊ നമ്മൾ ഓരോ രീതിയിലും ലൈവിലും നമ്മൾ ഈ കാര്യങ്ങൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ശരിക്കും. അപ്പൊ ഞാൻ 2 ചോദ്യങ്ങളാണ് ഇന്ന് ആകെ പറയുന്നത്. നമുക്കറിയാം, ഉപരിസഭ, നമ്മുടെ രാജ്യത്തിന്റെ ഉപരിസഭ, രാജ്യസഭയാണ് ശരിക്കും ഉപരിസഭ എന്ന് പറയുന്നത്. 1 ലോകസഭയും 2 രാജ്യസഭയാണ്. ലോകസഭയെ പറ്റി ഞാൻ പിന്നീട് പറയാം. രാജ്യസഭയെ പറ്റി പറയുമ്പോൾ നമ്മൾ രാജ്യസഭയെ പറ്റി മൊത്തം കാര്യങ്ങൾ പഠിക്കണം. ഒരു കുട്ടി പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ പലർക്കും അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ അവര് ശ്രദ്ധിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കുന്നില്ല. പക്ഷെ അറിയാത്തവര് ഒട്ടനവധി പേരുണ്ട്. അപ്പൊ രാജ്യസഭയെ പറ്റി പറയുമ്പോൾ രാജ്യസഭ എന്താണ്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഒരിക്കലും പിരിഞ്ഞു പോകുന്നില്ല. ലോക്സഭ പിരിയണ പോലെ തന്നെ രണ്ടാമത് റീഎലക്ഷൻ ഇല്ല. ഒരു പ്രത്യേകം അത്ര കോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും. അപ്പൊ രാജ്യസഭയെ പറ്റി നമ്മൾ പറയാ, ഈ രാജ്യസഭയിൽ 250 അംഗങ്ങളാണ് ഉള്ളത്. 250 അംഗങ്ങളിൽ 12 പേര് നോമിനേറ്റ് ചെയ്യുന്ന അംഗങ്ങളാണ്. ബാക്കി വരുന്ന 233 പേരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്.
233 പേരാണ് തെരഞ്ഞെടുക്കപ്പെടുന്നത്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായണൻ സിംഗ് ആണ്. അത് ഓൺലൈൻ വഴി നമ്മളിപ്പോ അറിയാവുന്ന കാര്യമാണ്. ഹരിവംശ് നാരായണൻ സിംഗ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ. ഉപരാഷ്ട്രപതി ആരാണ്? ഉപരാഷ്ട്രപതി ആയിരിക്കും എപ്പോഴും രാജ്യസഭയുടെ ചെയർമാൻ. അത് CP രാധാകൃഷ്ണനാണ്. ഈ രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ചെറിയ രീതിയിൽ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം. വീഡിയോ നിങ്ങൾ പരമാവധി പേർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ സൗജന്യമായിട്ടാണ് ഓൺലൈൻ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത്. ഒട്ടനവധി വിജ്ഞാനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ ഇഷ്ടപ്പെടുന്നത്. മാത്രമല്ല മറ്റ് മീഡിയകളിലൊക്കെ നമ്മൾ ഇടുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയും. യൂട്യൂബില് സ്ഥിരമായിട്ട് ഈ വീഡിയോ ഉണ്ടാവും എന്തായാലും യൂട്യൂബില്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും ജോലി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ 100% ഒരു തന്ത്രപരമായിട്ടുള്ള ഇടപെടൽ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾക്ക് ജോലി കിട്ടും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പരമാവധി പേരിലേക്ക് എത്തിക്കുക. വൺ സ്ട്രഗിൾ മീഡിയ. ഞാൻ ശിവദാസ് നന്ദിയാട്ടോ. ഓക്കെ, താങ്ക് യു.